ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീൻ പഠിക്കാൻ, കേൾക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് ഈ കർമ്മം പരിപൂർണ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബറുമായി ബന്ധപ്പെട്ട് അതിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 2 ക്ലാസ്സുകളിലായി തുടർച്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കാനും പറയാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 9 കാര്യങ്ങളോളം നമ്മൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞത് മരണപ്പെട്ട വ്യക്തിയുടെ മേൽ കരയുന്ന കുടുംബ അംഗങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് മയ്യത്തിന് അവരുടെ കുടുംബാംഗങ്ങൾ കരയുന്നതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കാനുള്ള കാരണം. പണ്ഡിതന്മാർ പറഞ്ഞത്, അവർ ഈ വിഷയത്തിൽ അവരെ വസിയ്യത്ത് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ഉപദ്രവമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ വിഷയമാണ്. എല്ലാവരും മരിക്കും, മക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം, വാപ്പ ഇല്ലാത്ത ഒരു വീട് ഇവിടെ ഉണ്ടാകും, ഉമ്മയില്ലാത്തൊരു വീട് ഇവിടെ ഉണ്ടാകും. അത് പ്രായമായിട്ടേ വാപ്പ മരിക്കുകയുള്ളൂ എന്നാരും പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുന്ന രംഗങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. എത്ര മക്കളുണ്ട് എന്ന ചോദ്യത്തിന് ആ ഉമ്മ പറഞ്ഞ മറുപടി 4 എന്നാണ്. പിന്നീട് ആ ഉമ്മ പൂർത്തീകരിച്ചു, 5 കുട്ടികളുണ്ടായിരുന്നു, 9 വയസ്സുള്ളൊരു കുട്ടി മരണപ്പെട്ടു എന്നതാണ് ആ ഉമ്മ കൂട്ടിച്ചേർത്തത്. 9 വർഷം തൻ്റെ മുമ്പിൽ താലോലിക്കാനും കാണാനും അല്ലാഹ് കൊടുത്തിട്ട് ആ കുട്ടിയെ തിരിച്ചെടുത്ത സമയത്ത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുണ്ടാകുന്ന ഈമാനിൻ്റെ അളവ് എത്രയാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക. നമ്മുടെ മുമ്പിൽ ഓടിക്കളിക്കുന്ന പേരക്കുട്ടികളെ അള്ളാഹ് തിരിച്ചു വിളിക്കും. ഈ സമയത്ത് അള്ളാഹു തന്നതാണല്ലോ, അവന് തിരിച്ചു വിളിക്കാൻ അർഹതയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അതിനെ സഹിക്കാൻ, അതിനെ ക്ഷമിക്കാൻ, അതിൽ പുണ്യം കാംക്ഷിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെയാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ മാറത്തടച്ച് തൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് കരയുന്ന രംഗങ്ങളെയാണ് ഇവിടെ വിരോധിക്കപ്പെടുന്നത്. ഒരിറ്റ് കണ്ണുനീര് കണ്ണിൽ നിന്ന് വീണു എന്ന് വിചാരിച്ച് ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ശിക്ഷ ലഭിക്കുമെന്ന അർത്ഥത്തിലല്ല,
മറിച്ച് തൻ്റെ വാപ്പ മരിച്ചതോ ഉമ്മ മരിച്ചതോ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ പൊട്ടിക്കരഞ്ഞ് മുടിക്കുത്തുകൾ അഴിച്ചിട്ട് വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ ആ അട്ടഹാസങ്ങളെപ്പോലെ കരയുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് അവസാനമായി നിർവഹിക്കേണ്ട മയ്യത്ത് നിസ്കാരം പോലും നിർവഹിക്കാൻ പറ്റാതെ കിടക്കയിൽ തന്നെ കിടന്നു പോകുന്ന സ്ത്രീകളുണ്ട്. വാപ്പ മരിച്ചിട്ട് നിസ്കരിക്കാൻ പോലും എഴുന്നേറ്റ് നിൽക്കാത്ത മക്കളുള്ള വീടുകളുണ്ട്. ഇവിടെയൊക്കെ വലിയ പരാജയമാണ്. അവസാനം ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പറ്റാതെ അവിടെയൊക്കെ നാം അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിയില്ലാത്തൊരവസ്ഥയിൽ ആണ് ജീവിക്കുന്നതെങ്കിൽ അത് ഖബറിൽ കിടക്കുന്നവർക്ക് പോലും അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നതാണ് അവസാനമായി നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും. ഇനി 4 കാര്യങ്ങൾ കൂടിയാണ് ഇൻഷാ അല്ലാഹ് 5 കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അത് ഉപേക്ഷിച്ച് കളയുകയും ചെയ്യൽ എന്നതാണ്. ഖുർആൻ പഠിച്ചാൽ സ്വർഗത്തിലെത്തുമെന്നതല്ല. ഖുർആനിനെ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകൽ അത് വലിയ കാര്യമാണ്. 11ാമത്തെ കാര്യം നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്ത് അത് നിർവഹിക്കാതെ കിടന്നുറങ്ങൽ. പ്രത്യേകിച്ച് സുബഹിയുടെയും അസറിൻ്റെയും ഒക്കെ സമയമാണ് ഈ അപകടം പലപ്പോഴും പലർക്കും സംഭവിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലത്തെ അസറൊക്കെ ഒരു വലിയ ജിഹാദാണ്. കാരണം എന്താ, നല്ല ഭക്ഷണങ്ങൾ വീട്ടിൽ തയ്യാറാക്കപ്പെട്ട് ഏകദേശം ഒരു 2 മണി 2:30 വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിൻ്റെ എല്ലാവിധ ആസ്വാദനങ്ങളും അത് ആസ്വദിച്ച് ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നാൽ പലപ്പോഴും അസർ എന്ത് ചെയ്യാറില്ല, പലർക്കും ലഭിക്കുന്നത് കാണാറില്ല. അസറിന് അന്ന് ആളുകൾ കുറവാണ്. എന്തേ കാരണം? ഉറക്കമാണ് പ്രശ്നം. സുബഹിക്ക് ആളുകൾ കുറവാണ്. എന്താണ് കാരണം? ഉറക്കമാണ് പ്രശ്നം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. 12ാമത്തെ കാര്യം കളവ് പ്രചരിപ്പിക്കലാണ്. 13ാമത്തേത് വ്യഭിചാരമാണ്. 14 പലിശ ഭക്ഷിക്കലാണ്. ഇതിങ്ങനെ ഒരുമിച്ച് പറയാനുള്ള കാരണം ഇത് ഒരൊറ്റ ഹദീസിലാണ് ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരൊറ്റ ഹദീസ് വായിക്കുമ്പോൾ ഈ വിഷയത്തിൽ ബർസഖി ജീവിതത്തിൽ, എന്താണ് ബർസഖ് എന്ന് പറഞ്ഞാൽ? ദുനിയാവിൽ നിന്ന് വിട്ടിട്ടുണ്ട്, പരലോകത്തെത്തിയിട്ടുമില്ല. അതിൻ്റെ ഇടയിലെ ഒരു മറയാണ് ബർസഖ് എന്ന് പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ, അവർക്ക് അതിനുശേഷം അവർക്ക് ബർസഖുണ്ട്. ദുനിയാവിൽ നിന്ന് വിട്ടു, പക്ഷെ പരലോകത്തേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു സമയവും സാഹചര്യവുമാണ് യഥാർത്ഥത്തിൽ ആ ഖബർ ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറ്. ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട്, ഈ ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോഴുള്ള ജീവിതമാണോ? അപ്പോൾ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കപ്പെടാതെ എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. കപ്പലിലൊക്കെ ദൂരെ യാത്രകൾ ചെയ്യുന്ന ആളുകൾ മരണപ്പെടാറുണ്ടല്ലോ. വിമാനത്തിൽ പൊട്ടിത്തെറിച്ച് കത്തിക്കരിഞ്ഞ ബോഡി പോലും കിട്ടാതെ എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഖബർ ജീവിതമില്ലേ? അവിടെയാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. അത് ദുനിയാവിൽ നിന്ന് വിട്ട് പരലോകത്തെത്തുന്നതിന് മുമ്പുള്ള ജീവിതത്തെയാണ് ബർസഖ് എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് മാത്രമായി ഖബറിനെ ചിന്തിക്കുന്നിടത്താണ് അവിടെയൊക്കെ നമ്മൾ ആ ഒരു കാര്യത്തെ തിരുത്തി വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹദീസിൽ നമുക്ക് കാണാം, ഹദ്ദസ്ന സമുറത്ത് ബിനു ജുൻദബ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യുക്സിറു അൻ യഖൂല ലി അസ്ഹാബിഹി. അവിടെ നിന്ന് അധികമായി സ്വഹാബത്തിനോട് ഇടക്കിടക്ക് ചോദിക്കുന്നൊരു കാര്യമാണ് എന്ത്? ഹൽ റഅ അഹദും മിൻകും മിൻ റുഅയ, ആരെങ്കിലും ഇന്ന് വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സമയത്തും സ്വഹാബത്തിനെ കാണുമ്പോൾ അധികരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്ത്? നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം അധികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ട്. അങ്ങനെ ഖാല ഫയഖുസ്സു അലൈഹി മൻ ഷാ അല്ലാഹു അയ്യഖുസ്സ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെന്ത് ചെയ്യും? കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കഥകളൊക്കെ എന്ത് ചെയ്യും? അവർ പറയും. വ ഇന്നഹു ഖാല ദാത്ത ഗദാത്തിൻ, അങ്ങനെ ഒരു ദിവസം രാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നഹു അത്താനി അല്ലൈലത്ത ആത്തിയാനി, 2 ആളുകൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ടോ വ ഇന്നഹുമാ ഇബ്തഅസാനി വ ഇന്നഹുമാ ഖാല ലി ഇൻതലിഖ്,
അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു നമുക്ക് പോകാം എന്ന അർത്ഥത്തിൽ. വ ഇന്നി ഇൻതലഖ്തു മഅഹുമ, ഞാൻ അവരുടെ കൂടെ യാത്ര പോയി. വ ഇന്നാ അതൈനാ അലാ റജുലിൻ മുൽതജിഇൻ, അങ്ങനെ ഞാൻ ഒരു മനുഷ്യൻ്റെ അടുക്കലെത്തി. എങ്ങനെയുള്ള മനുഷ്യനാണ്? തലകളിങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കലാണെത്തത്. തല ഇങ്ങനെ വണ്ടി കയറിയിട്ടൊക്കെ തലച്ചോറൊക്കെ ഇങ്ങനെ പെറുക്കെടുക്കണം. നമ്മൾ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതുപോലെ തല ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കലാണ്. വ ഇദാ ആഖറു ഖായിമുൻ അലൈ, അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്നു കൊടുക്കുന്നുണ്ട്, മറ്റൊരു മനുഷ്യൻ ഒരു പാറക്കല്ലുമായി കുനിഞ്ഞ് ആ മനുഷ്യൻ്റെ തലയുടെ നേരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വ ഇദാ ഹുവ യഹ്വി ബിസുഹ്റതി ലിറഅസിഹി, ഈ നിൽക്കുന്ന പാറക്കല്ലുമായി എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ ആ പാറക്കല്ലിനെ ഈ കിടക്കുന്ന മനുഷ്യൻ്റെ തലയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ടോ ഫയസ്ലഉ റഅസഹു, ആ കല്ല് കാരണത്താൽ ഈ കിടക്കുന്നവൻ്റെ തല ചിതറിപ്പോവുകയാണ്. ഫയതഹ്ദഅദുൽ ഹജറു ഹഉന, അങ്ങനെ അവൻ്റെ തലയെ ചിതറിച്ച് ആ കല്ലിങ്ങനെ ഉരുണ്ടുരുണ്ട് അങ്ങനെ പോകും. എന്നിട്ട് ഈ എഴുന്നേറ്റ് നിന്ന് എറിഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്യും? ആ മനുഷ്യൻ ഫയത്ബഉൽ ഹജറ ഫയഖുദുഹു, അവൻ ആ കല്ലിനെ പിന്തുടരുകയും എന്നിട്ട് ആ കല്ല് വീണ്ടും എടുത്തുകൊണ്ടുവരും. ഫലാ യർജിഉ ഇലൈഹി ഹത്താ യസിഹ റഅസഹു കമാ കാന, ആ കല്ലെടുത്ത് നേരത്തെ ചതഞ്ഞ മനുഷ്യൻ്റെ അടുക്കലെത്തുമ്പോഴേക്കും ആ മനുഷ്യൻ നേരത്തെ അവൻ്റെ തല എങ്ങനെയായിരുന്നോ അതുപോലെ പൂർണ്ണ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാകും. വീണ്ടും ഈ ശിക്ഷ ആവർത്തിക്കും. അവൻ്റെ തലയിലേക്ക് കല്ലെറിയപ്പെടും. വീണ്ടും ആ കല്ല് ഉരുണ്ടുപോകും. വീണ്ടും ആ കല്ലിൻ്റെ പുറകെ എറിഞ്ഞ മനുഷ്യൻ പോകും. ആ കല്ലെടുത്തു വരും. അപ്പോഴേക്കും ഈ തല എന്ത് ചെയ്തിട്ടുണ്ടാകും? ആദ്യ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഈ കാര്യം പഠിപ്പിക്കുക. സുമ്മ യഊദു അലൈഹി ഫയഫ്അലു ബിഹി മിസ്ല മാ ഫഅലൽ മറത്തുൽ ഊലാ, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഏതുവരെ? അവൻ്റെ ഖബർ ജീവിതം കഴിയുന്നതുവരെ, ഖബർ ജീവിതം അവസാനിക്കുന്നതുവരെ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, ലഹുമ, എന്നെ കൊണ്ടുപോയ ആ രണ്ടു പേരോട് ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ ഹാദാനി, അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. മാ ഹാദാനി, അല്ല ഹാദാനി, നമ്മൾ കഴിഞ്ഞ ദിവസം ഇഷാറ പഠിച്ചപ്പോൾ ഹാദാനി ഹഉലായി ചില വരുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. എന്തായിരുന്നാലും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാദ എന്ന് പറഞ്ഞ ഒരാൾ, ഹാദാനി രണ്ടുപേര്. അപ്പോൾ ഇവർ രണ്ടുപേർ, അപ്പം ഇവർ രണ്ടുപേർ ഹാദാനി മാ ഹാദാനി, ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? ഖാല ലി ഇൻതൊലിഖ്, ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഇൻതൊലിഖാ, നമുക്കെന്ത് ചെയ്യാം? നമുക്ക് പോകാം. അവരെന്ത് ചെയ്തു? പോയി. ഖാല ഫൻതലഖ്ന ഫഅതൈനാ അലാ റജുലിൻ മുസ്തൽഖിൻ ലികഫാഹു, അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക്, അടുത്ത മനുഷ്യൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഹദീസിൽ. അത് ചോദിച്ചപ്പോഴൊക്കെ എന്ത് ചെയ്തു? നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവർ രണ്ടുപേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ടുപോയി. അങ്ങനെ പോകുന്നത് മറ്റൊരു മനുഷ്യൻ്റെ അടുക്കലേക്കാണ്. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? വഇദാ ആഖറു ഖായിമുൻ അലൈ ബികല്ലൂബിൻ മിൻ ഹദീദിൻ, എന്താണ്? ഒരു ഇരുമ്പിൻ്റെ കൊളുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിൽക്കുന്നവനെ പോലെയാണ്. വഇദാ ഹുവ യഅതി അഹദ ശിഖി വജ്ഹിഹി, തൻ്റെ മുഖത്തിൻ്റെ ഒരു കവിളിൽ ഈ കൊളുത്തിട്ടിങ്ങനെ എന്ത് ചെയ്യും? ഈ മനുഷ്യനിങ്ങനെ വലിക്കും. വലിച്ചിട്ട് ഈ കൊളുത്തിങ്ങനെ വലിച്ച് ഈ കവളിങ്ങനെ കീറും. കീറിയിട്ടോ ഇലാ ഖഫാഹു, അവൻ്റെ തോളുവരെ, അവൻ്റെ തോളുവരെ ഇതിങ്ങനെ കീറി. വമൻഹിറഹു ഇലാ ഖഫാഹു വഐനഹു ഇലാ ഖഫാഹു, അവൻ്റെ ആ ഭാഗം മുഴുവനായി കീറി ഇങ്ങനെ പോകും. അതൊരു ഭാഗത്ത്. അങ്ങനെ ആ ഭാഗത്ത് നിന്ന് ആ കൊളുത്ത് അടുത്ത ഭാഗത്തേക്ക് മാറ്റുമ്പോഴോ ഇലാ ജാനിബിൽ ആഖർ ഫയഫ്അലു ബിഹി മിസ്ല മാ ഫഅല,
ഇപ്പുറത്തും അവൻ്റെ കവളിൽ നിന്ന് എന്ത് ചെയ്യും, ആ കൊളുത്തിട്ട് അതിവിടം വരെ അവൻ്റെ കവളിങ്ങനെ കീറും. ആ കവള് കീറുമ്പോഴേക്കും ഇപ്പുറത്തെ ഭാഗം ശരിയായിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്യും, ആ കവള് കീറും. നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വേദനിക്കുന്നുവോ അതിനേക്കാൾ വേദനിക്കുന്ന രൂപമാണ് അവിടെ സംഭവിക്കുക. അതേപോലെ വലത്തെയും ഇടത്തെയും കവിളുകൾ ഇങ്ങനെ തോളുവരെ തുടർച്ചയായി കീറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. ഫയഫ്അലു ബിഹി മിസ്ല മാ ഫഅല ബിൽ ജാനിബിൽ അവ്വൽ ഫമാ യഫ്റഉ മിൻ ദാലിക്കൽ ജാനിബി ഹത്താ യുസ്ഹിഹ ദാലിക്കൽ ജാനിബു കമാ കാന. കണ്ട, മറ്റൊരു ഭാഗത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഇപ്പുറത്തെ ഭാഗം ശരിയായിട്ടുണ്ടാകും. ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് വരുമ്പോഴോ ഇപ്പുറത്ത് ശരിയായിട്ടുണ്ടാകും. അതിങ്ങനെ ശിക്ഷ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മഹാദാനി ഖാല ഖാലാലി ഇൻതലിഖ്. ആരാണ് ഈ രണ്ടുപേർ? ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നമുക്ക് പോകാം. മൂന്നാമത്തെ വിഭാഗം ആരാണ്? ഫൻതലഖ്ന ഫഅതൈന അലാ മിസ്ലി തന്നൂർ. അല്ലേ, ഒരു തന്നൂറ് പോലെ ഒരു പാത്രം. ആ പാത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫഇദാ ഫീഹി ലഗത്തുൻ വഅസ്വാതുൻ. ഒരു കുടം പോലെ. ഒരു കുടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അടിഭാഗം വലുതായിരിക്കും, മുകൾ ഭാഗം ചെറുതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു വലിയ ഭരണി പോലത്തെ ഒരു സംവിധാനം. ആ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലഗത്തുൻ, അട്ടഹാസങ്ങളും നിലവിളികളും ഒക്കെ ഇങ്ങനെ കേൾക്കും. ഭയങ്കര ശബ്ദമാണ്. ആളുകൾ ഇങ്ങനെ നിലവിളിക്കണം. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഖാല ഫത്തലഅനാ ഫീഹി ഫഇദാ ഫീഹി റിജാലുൻ. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുരുഷന്മാരുണ്ട്, വനിസാഉൻ, സ്ത്രീകളുണ്ട്, ഉറാത്തുൻ, വസ്ത്രം ധരിക്കാത്ത നിലയിൽ ആണും പെണ്ണുമൊക്കെ ആ കുടത്തിൻ്റെ അതല്ലെങ്കിൽ ആ തന്നൂറിൻ്റെ, ആ തന്നൂർ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം ചെറുതും അടിഭാഗം വിശാലവുമായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഇദാഹും യഅതീഹിം ലഹബും മിൻ അസ്ഫല മിൻഹും. അവരുടെ താഴ്ഭാഗത്ത് നിന്ന് വലിയ തീഗോളങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ താഴ്ഭാഗത്ത് നിന്ന് വലിയ തീഗോളങ്ങൾ ഇങ്ങനെ അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഇദാ അത്താഹും ദാലിക്കൽ ലഹബു ലൗ ലൗ ഖാല ഖുൽതു ലഹും മാ ഹഉലായി. അവരെ ഇങ്ങനെ മൂടി അതിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ തിളച്ച് കത്തിമറിയുന്ന അവസ്ഥയാണ്. ചോദിക്കും, ഇവരാരാണ്? അപ്പോഴും പറയും, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അല്ലേ, ഇവിടെ ഇവരൊക്കെ ആരാണ്? ഫൻതലഖ്ന ഫഅതൈന അലാ നഹരിൻ. പിന്നെ അവരെത്തിച്ചേരുന്നത് ഒരു നദിയുടെ അടുക്കലാണ്. ആ നദിയുടെ അടുക്കലെത്തുമ്പോൾ ആ നദിയുടെ പ്രത്യേകത എന്താണ്? ഹസിബ്തു അന്നഹു കാന യഖൂലു അഹ്മറ മിസ്ല ദം. ആ നദിയുടെ അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് മിസ്ല ദമി. ദമെന്ന് പറഞ്ഞ രക്തം, ചോര. രക്തത്തിൻ്റെ കളർ പോലെയുള്ള ചുവന്ന നിറത്തിലുള്ള പുഴയാണ്. ഫഇദാ ഫിന്നഹരി റജുലുൻ സാബിഹുൻ യസ്ബഹു. അല്ലേ, നീന്തുന്ന ഒരു മനുഷ്യൻ ആ ചോരപ്പുഴയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. സുമ്മ യഅതി ദാലിക്കല്ലദീ ഖദ് ജമഅ ഇൻദഹുൽ ഹിജാറ. നീന്തി കരക്ക് ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇയാൾ എത്തുകയാണ്. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ കുറേ കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്. ഫയഫ്ഗറു ലഹു ഫാ. ഈ മനുഷ്യൻ നീന്തിക്കയറാറായി വരുമ്പോൾ വാ തുറന്ന നിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ വായിലേക്ക് ഈ കല്ലുകൾ പെറുക്കിയിടും. ഏതുവരെ? അവൻ്റെ വാ നിറയുന്നത് വരെ. ഫയുൽഖിമുഹു ഹജറൻ ഫയൻതലിഖു യസ്ബഹു. അങ്ങനെ വാ ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ആ കല്ലുമായി അവൻ വീണ്ടും ആ നദിയുടെ മധ്യത്തിലേക്ക് വീണ്ടും യാത്രയാകും. സുമ്മ യർജിഉ ഇലൈ. പിന്നെയും എന്ത് ചെയ്യും? നീന്തി ആ മനുഷ്യൻ കരയിലേക്ക് അടുക്കും. അപ്പോഴും ഈ കല്ല് പെറുക്കി വെച്ച മനുഷ്യൻ ഇയാളുടെ വായിലേക്ക് ആ കല്ലുകൾ നിറച്ചു കൊടുക്കും. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത് ശിക്ഷയായി പഠിപ്പിക്കുന്നതാണ്. ആ രക്തത്തിൽ നിറമുള്ള
ആ നദിയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കുന്നു, വായിൽ കല്ലുകൾ പേറി ഒരു മനുഷ്യനെന്ന് പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് വീണ്ടും ചോദിച്ചു, ഖുൽതു ലഹുമ മാ ഹാദാനി, ഈ മനുഷ്യന്മാർ ആരാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെയും പറയും നമുക്ക് പോകാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നുള്ളതാണ്. ഫൻതലഖ്നാ ഫഅതൈനാ അലാ റജുലിൻ കരീഹിൽ മർആതി കഅക്റഹി മാ അൻത റാഇൻ റജുല മർആത്തുൻ. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണാൻ ഇടയാകും. എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വിരൂപിയായ ഒരു മനുഷ്യൻ്റെ അരികിലെത്തും. വിരൂപിയാണ്, കാണാൻ ഭംഗിയില്ലാത്ത വികൃതമായ മുഖത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സമീപം അന്നാർ, അഗ്നിയുണ്ട്. അദ്ദേഹം അതിങ്ങനെ കത്തിക്കുകയും അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാദ, ഇവൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന ആ രണ്ടു പേർ പറയും, ഇൻ ത്വലഖ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ യാത്ര വീണ്ടും തുടരും. പിന്നീട് എത്തുന്നത് ഒരു ഹദീഖയിലാണ്. എന്താ ഹദീഖ എന്ന് പറഞ്ഞാൽ? പൂന്തോട്ടമാണ്. അങ്ങനെ സമൃദ്ധമായ ഒരു പൂന്തോട്ടത്തിൽ അവരെത്തും. വസന്തകാലത്തേതുപോലെ അതിൽ മുഖ്തലിഫ അൽവാൻ, വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള അസ്ഹാറുകൾ, പൂക്കൾ അവിടെ ഉണ്ട്. ആ പൂങ്കാവനത്തിൻ്റെ മധ്യത്തിൽ നീളം കൂടിയ ഒരാൾ നിൽപ്പുണ്ട്. ഉപരിഭാഗത്തോളം നീളമുള്ള മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ വേണ്ടി ഇങ്ങനെ ഉയർത്തി നോക്കി, പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സാധിച്ചില്ല. അത്രയും ഉയരമുള്ള ഒരു മനുഷ്യനെ അവിടെ ഞാൻ കണ്ടു. ഞാൻ മുമ്പൊരിക്കലും കാണാത്ത ധാരാളം കുട്ടികളെ ഞാൻ അവിടെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ചോദിച്ചു, ഇത് ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അവിടെയും പ്രത്യേകിച്ച് അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ആ വൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുമ്പോൾ അതിനേക്കാൾ വലുതും മനോഹരവുമായ ഒരു വൃക്ഷക്കൂട്ടം ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ഈ വന്ന മനുഷ്യന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവിടെ നിന്ന് ഈ വന്ന മനുഷ്യന്മാർ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഇത്രയും നേരം വിശദീകരിച്ച ഈ വിശദമായിട്ടുള്ള ഈ കാര്യങ്ങളുടെ ഒരു വിശദമായ രൂപത്തെ ഈ മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് ഈ ശിക്ഷകൾ ആസ്വദിക്കാനുള്ള കാരണം എന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഖുൽതു ലഹുമാ ഫഇന്നി ഖദ് റഅയ്തു മുൻദു ലൈലത അജബൻ ഫമാ ഹാദാ അല്ലദി റഅയ്തു ഖാല ലീ അമാ ഇന്നാ സനുഖ്ബിറുക. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. അമ്മ റജുലുൽ അവ്വലു, ഒന്നാമത്തെ മനുഷ്യൻ, അല്ലദി അതൈത അലൈഹി യുസ്ലഉ റഅസുഹു ബിൽ ഹജർ. അല്ലേ, ഒന്നാമത്തെ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? ഒരാളിങ്ങനെ എഴുന്നേറ്റ് ഒരു കല്ലും പിടിച്ചു നിൽക്കുന്നു, മറ്റേയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിയിലിങ്ങനെ കിടക്കണുണ്ട്. എഴുന്നേറ്റ് നിന്ന ആൾ ആ കല്ലെടുത്ത് അയാളുടെ തലയിലെറിയുന്നു. ആ തലയിലെറിയുന്ന കല്ലുകൊണ്ട് ഇയാളുടെ തല എന്ത് ചെയ്യുന്നു? ചിതറിച്ചതഞ്ഞ് പോകുന്നു എന്നതാണ്. ആരാണത്? ഫഇന്നഹു റജുലു, ആ മനുഷ്യൻ യഖുദുൽ ഖുർആന ഫയർഫുദുഹു, ഖുർആനിനെ സ്വീകരിക്കുകയും അതിനെ തള്ളിക്കളഞ്ഞവനുമാണ്. നമ്മളൊക്കെ പേടിക്കേണ്ട കാര്യമാണ്. എന്താണ്? ഖുർആനിനെ സ്വീകരിക്കുകയും അതിനെ തള്ളിക്കളഞ്ഞവനുമാണ്. വയനാമു അനിസ്വലാത്തിൽ മക്തൂബ, അതേപോലെ തന്നെ നിർബന്ധ നിസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങിയ മനുഷ്യനാണ്. അല്ലേ, ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ സ്ഥിരമായി സുബഹിക്കൊക്കെ ഇങ്ങനെ അലാറടിച്ചാലും എന്ത് ചെയ്യും? അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കിടന്ന്
എന്നിട്ട് ആ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നൊരു ശൈലി, ഇത് വലിയ അപകടമാണ്. ജമാഅത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യാം? കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, അവർക്ക് ഈ ശിക്ഷയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഒരൊറ്റ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്. ഒന്നെന്താണ്? ഖുർആൻ സ്വീകരിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഖുർആൻ നമ്മുടെ ഒപ്പമുണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് ഖുർആനിൻ്റെ പറഞ്ഞ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ നാം എന്ത് ചെയ്യണം? പരമാവധി പരിശ്രമിക്കണം. കാന സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ 10 ആയത്ത് പഠിച്ചാൽ പിന്നീട് അവർ പഠിക്കുന്നത് ആ 10 ആയത്തുകളിലുള്ള അഹ്കാമുകളെ അവർ പകർത്തിയതിന് ശേഷമാണ്. ആ 10 ആയത്തുകളിലുള്ള അഹ്കാമുകളെ പകർത്തിയതിന് ശേഷമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം പണ്ഡിതന്മാർ എഴുതി വച്ചൊരു വായന, മനുഷ്യന്മാരെക്കുറിച്ച് അവർ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്മാർ 3 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം ആരാണ്? ഒന്നാമത്തെ വിഭാഗം മലക്കുകളെ പോലെയാണ്, കൽ മലായിക, അവർ മലക്കുകളെ പോലെയാണ്. രണ്ടാമത്തെ വിഭാഗമോ അവർ കൽ ബഹാഇ കശയാത്തീൻ, അവർ ആണ് മലക്കുകളെ പോലെ എന്ന് പറയാൻ കാരണം അൽ മലായികത ഫൽ മുഅ്മിനൂന ഫീ ലൈലിഹിം വനഹാരിഹിം, മലക്കുകളെ പോലെ എന്ന് പറഞ്ഞത് അത് മുഅ്മിനീങ്ങളാണ്. അവർ അവരുടെ പകലുകളിലും രാത്രികളിലും ത്വാഇഊന യുഹിബ്ബു അഹ്ലത് ത്വാഅ, അവർ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന പടപ്പുകൾ മലക്കുകളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് കൽപ്പിച്ചതവർ ലംഘിക്കാറില്ല അല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരാരാണ്? മലക്കുകളെ പോലെയാണ്. രണ്ടാമത്തെ വിഭാഗമാണ് അമ്മല്ലദീ ശിബ്ഹുൽ ബഹായിം, മൃഗങ്ങളോട് സദൃശ്യമുള്ള ആളുകളെന്ന് പറയുന്നത് ഫല്ലദീന ലൈസത് ലഹും ഹിമമുൻ, അവർക്ക് ഈ ദുനിയാവിൽ പ്രത്യേക എന്തൊന്നുമില്ല, ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഹിമം, ഈ ദുനിയാവ് എന്തിന് എന്ന ആ ഒരു ചിന്ത ഒന്നും അവർക്കില്ല. അവർ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. ഇല്ലൽ അക്കല വശുർബ വന്നിക്കാഹ വന്നൗം, തിന്ന കുടിക്കുക, അതേപോലെ തന്നെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുക, ഉറങ്ങുക, ഇതന്നെ അവർ ചെയ്യണുള്ളൂ. രാത്രി 12 മണി വരെ അങ്ങാടികളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. സുബഹി നിസ്കരിച്ചിട്ടില്ല, ളുഹറില്ല, അസറില്ല, ഒന്നുമില്ല. പിന്നെ വന്ന് കിടന്നുറങ്ങും. പിന്നെ എഴുന്നേൽക്കുന്നത് 9 മണി. പിന്നെയും കുളിച്ചൊരുങ്ങി പണിക്കു പോകും. നല്ല പുതിയ ഫുഡിൻ്റെ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് യാത്ര ചെയ്യും. പുതിയ വാതായനങ്ങളിലേക്ക് ഓടി നടക്കും. അതല്ലാതെ അവരുടെ ജീവിതത്തിൽ എന്തില്ല? ഒന്നുമില്ല. ഒരു മൊബൈലും കയ്യിൽ പിടിച്ച് രാവിലെ ഇങ്ങനെ ഇറങ്ങണം, എക്സ്പ്ലോർ ചെയ്യണം, എല്ലാവരുടെയും കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ എന്താ ജീവിതം? അവരുടെ ജീവിതം എന്താണ്? കന്നുകാലികളെ പോലെയാണ്. അവിടെ ഇവിടെ നടന്ന് എന്ത് ചെയ്യുക? അലഞ്ഞു തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ തിന്നുക. അതല്ലാതെ എന്തില്ല? അവർക്ക് വല്ല പ്രസക്തിയില്ല. ഈ ജീവിതത്തിന് എന്താ അർത്ഥമാണ് അവർ കണക്കാക്കുന്നത്? ഒന്നുമില്ല. മൂന്നാമത്തെ വിഭാഗം ആരാണ്? അവർ അമ്മല്ലദീ യുശ്ബിഹു ശയാത്തീൻ, മൂന്നാമത്തെ വിഭാഗം പിശാചുക്കളെ പോലെയാണ്. ഫല്ലദീന ഫീ മആസില്ല മസാഅൻ വസ്സുബാഹ, അവർ രാവും പകലും ഒക്കെ എന്തു ചെയ്യുന്നു? അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാനും ഈ ജീവിതം എന്താണ്, ലഇബും വലഹുൻ, കളിയും വിനോദവുമല്ലാതെ ഒന്നുമല്ല, അല്ലേ? പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞില്ലേ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ, ഇത് വഞ്ചിക്കുന്ന വർണ്ണക്കടലാസിൽ പൊതിയപ്പെട്ട ഒരു കൗതുക വസ്തുവല്ലാതെ ദുനിയാവൊന്നുമല്ല. ഈ ദുനിയാവിലെല്ലാം തീർന്നു പോകുന്നതാണ്. സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും നാം എല്ലാമാണെന്ന് കരുതുന്ന എല്ലാം ഇവിടെ തീർന്നു പോകും. നമ്മുടെ ശരീരത്തിൽ നാം എത്ര ഭംഗിയായി സൂക്ഷിച്ച നമ്മുടെ ചർമ്മം, പ്രായമാകും തോറും ആ ചർമ്മത്തിന് എത്ര വ്യത്യാസങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം തീർന്നു പോകും. സമ്പത്ത് തീർന്നു പോകും.
അതൊന്നും പ്രയോജനപ്പെടാത്ത രൂപത്തിൽ അതൊക്കെ മാറിപ്പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാം തീർന്നു പോകുന്നതാണ്. തീരാത്തതൊന്നുണ്ടെങ്കിൽ അത് പരലോകത്തേക്ക് വേണ്ടി നാം സമ്പാദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഖുർആൻ പഠിച്ച ഒരാൾക്ക് മനസ്സിലാകും, ഇത് ഖുർആനിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടും. എന്നാലോ അതിനെ ഒഴിവാക്കിക്കൊണ്ടൊരാൾ പോകുന്നുവെങ്കിൽ അത് അയാൾക്ക് ഖബർ ശിക്ഷ അയാൾക്ക് വാങ്ങിക്കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ വിഷയം എന്താണ്? നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിസ്കാരത്തിൽ പാളിച്ച വരുന്നവന് നിഫാഖിൻ്റെ അടയാളമുണ്ട്. നിഫാഖിൻ്റെ അടയാളമുണ്ട്. യുറാഊന നാസ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. ജനങ്ങളില്ലെങ്കിലോ അവൻ്റെ നിസ്കാരത്തിൽ കാമു കുസാല, അവൻ അലസനായിരിക്കും, മടിയനായിരിക്കും. അവനൊന്നും ഒരു പ്രസക്തിയും ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവനുണ്ടാവുകയില്ല. അതേപോലെ തന്നെ അവൻ ചൊല്ലുന്ന കാര്യങ്ങളെക്കുറിച്ച് വലയദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവൻ ചൊല്ലുന്ന ദിക്റുകളെക്കുറിച്ച് അവന് ഒന്നും ഒരു കുറച്ചല്ലാതെ അവനത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുകയില്ല. അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നിടത്തോ പ്രാർത്ഥിക്കുന്നിടത്തോ അവനൊരു ശ്രദ്ധയും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ നിഫാഖിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു എന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്തുകൊണ്ട് അവർ പറഞ്ഞു, 40 ജമാഅത്തുകളിൽ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി അവന് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് നിഫാഖിൽ നിന്ന് അവൻ ഒഴിവാണ് എന്ന് ഹദീസുകളിൽ പണ്ഡിതന്മാർ ആ പ്രവാചകന്റെ വചനങ്ങളെ ചേർത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 40 ജമാഅത്തുകൾ ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ, ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് കിട്ടിയ ജമാഅത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെയോ ആ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അവൻ നിഫാഖിൽ നിന്ന് ഒഴിവാണ്. അത് വല്ലാത്ത ത്യാഗമുള്ള കാര്യമാണ്. 40 ജമാഅത്തിൻ്റെ ഒന്നാമത്തെ തക്ബീർ മുതൽ ലഭിക്കുക എന്നത് ത്യാഗപൂർണമായിട്ടുള്ള കാര്യമാണ്. അത് പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സ്വഹാബികളിലധികം, ഒരു താബിഈയായ പണ്ഡിതൻ പറയുന്നുണ്ട്, ഞാൻ 100-ലധികം സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പേടിച്ച വിഷയം അതെന്തായിരുന്നു? നിഫാഖിനെ കുറിച്ചായിരുന്നു. നിഫാഖായിരുന്നു. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരങ്ങൾ ഏതാണ്? സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവുമാണ്. ഇത് രണ്ടും അവർക്ക് വല്ലാത്ത ഭാരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർമ്മങ്ങളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു അലസത സ്വാഭാവികമായും പിശാച് കൊണ്ടുവന്ന് തരും. ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ക്ഷീണം, ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ തിരക്കിരക്കായിട്ട് എന്ത് ചെയ്യുക, ജമാഅത്തിൻ്റെ സമയമാണ് കഴിഞ്ഞാലോ പിന്നെ നമ്മളവിടെ ഉഷാറായി. പിന്നെ നിസ്കരിപ്പിക്കാതിരിക്കാനുള്ള പണി നോക്കാം. ആദ്യം നോക്കുക എന്താണെന്നറിയോ? ജമാഅത്ത് കളയാനെ നോക്കാം. പിന്നെ അടുത്ത പണി എന്താ? പിന്നെ നിസ്കരിപ്പിക്കാനേ പറ്റൂല. പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി എന്ത് ചെയ്തു? അസറിൻ്റെ ഒപ്പം നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിന്നെ അസറിന് സമയത്ത് ആകെ കൂടി തിരക്കായി. പിന്നെ അസറും ഇല്ല, ളുഹറും ഇല്ല. ളുഹർ നിസ്കരിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് അസറും നിസ്കരിച്ചിട്ടില്ല. പിന്നെ മഗ്‌രിബിലേക്ക് വെച്ചു. മഗ്‌രിബും കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും എല്ലാം കൂടി രാത്രി ചെന്നിട്ടാക്കാം. രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ആണെങ്കിൽ ആകെ തളർച്ച, ഭയങ്കര തലവേദന. ഇപ്പം എന്ത് ചെയ്തു? വേഗം പോയി കിടന്നു. അന്നത്തെ ദിവസത്തെ നിസ്കാരം ഒന്നും ചെയ്തിട്ടില്ല. എത്ര നിർഭാഗ്യവാനായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്ത് നിന്ന് തെറ്റിക്കുമെന്ന് ശപഥം ചെയ്തിറങ്ങിയ ഒരു വിഭാഗമാണ് ആര്? പിശാചി എന്ന് പറയുന്നത്. നിന്റെ അടിമകളുടെ വഴികളിൽ ഞാൻ പതുങ്ങിയിരിക്കും, അവരെ ഞാൻ വഴി തെറ്റിക്കും എന്നതാണ് പിശാച് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യം. അതിനുവേണ്ടി അവൻ പണിയെടുക്കും. അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുക എന്നതാണ് വിജയിക്കുന്ന ആളുകൾ ചെയ്യേണ്ട പണി. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. വഅമ്മ الرجل الذي أتيت عليه يشرشر شدقه إلى قفا, ഇനി കവളിങ്ങനെ കീറിപ്പൊളിക്കുന്ന മനുഷ്യൻ അവൻ ആരാണ്? അവൻ്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ فإنه الرجل, ആ മനുഷ്യൻ എന്ന് പറയുന്നത് ومنخره إلى قفا وعينه إلى قفا فإنه الرجل يغدو من بيته, അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും. ഫയക്ദിബുൽ കദ്ബ, എന്നിട്ട് എന്ത് ചെയ്യും? അവനിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. തബ്ലുഗുൽ ആഫാഖ്, ചക്രവാളം മുഴുവൻ എത്തുന്നതുവരെ. ആ പ്രയോഗം
ഒരു മനുഷ്യനെ കൊണ്ട് അവൻ്റെ വാഗുകൊണ്ട് അത് എത്തിക്കാൻ പറ്റൂല. ഇന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇന്ന് വളരെ എളുപ്പമാണ്. ഫേസ്ബുക്കിൽ അല്ലേ, വാട്സപ്പിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ, നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയകളിലൊക്കെ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും നമ്മൾ ഷെയർ ചെയ്തു. പിന്നെ അറിഞ്ഞത് ആ വാർത്ത ശരിയായിരുന്നില്ല. നമ്മൾ വക ഒരു നുണ പ്രചരിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ വക ഒരു കള്ളം പ്രചരിപ്പിച്ചിട്ടുണ്ട്, നാം ആ കള്ളത്തിൻ്റെ വക്താക്കളായിട്ടുണ്ട്. എന്തിനാണ് നമ്മളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണ് നമുക്കുള്ളത്? ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇർളിനെ, അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസി എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ ഭാഗത്ത് നിന്നത് പ്രചരിപ്പിക്കാൻ പാടില്ല. അതവൻ മറച്ചു വെക്കണം. മൻ സത്തറ മുഅ്മിന, ഒരു മുഅ്മിനിൻ്റെ ഔറത്തിനെ, പോരായ്മയെ ഒരാൾ മറച്ചു വച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു അവൻ്റെ ഔറത്തിനെ മറച്ചു വെക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഔറത്ത് എന്ന് പറയുന്നത് ന്യൂനത എന്നർത്ഥം. വസ്ത്രം ഔറത്ത് മറക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പോരായ്മകളെ വസ്ത്രം മറച്ച് അല്ലെ നല്ല ഭംഗിയുള്ള മനുഷ്യനാക്കണം നമ്മുടെ വസ്ത്രമാണ് നമ്മളെ അല്ലേ. നമ്മുടെ പോരായ്മകളൊക്കെ നമ്മളെ മറച്ചു വെക്കുന്നുണ്ട്. പറഞ്ഞത് ആ വിഷയത്തെ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ ഒരു ന്യൂസ് കേൾക്കാൻ കാത്തിക്കണം, എന്ത് ചെയ്യും? അപ്പം പ്രചരിപ്പിക്കണം. എന്നിട്ടോ കുറച്ചേയും പറയുക അതൊന്നും ഉണ്ടായിട്ടില്ലട്ടോ, വെറുതെയാണ്. പത്രത്തിലൊക്കെ വരുന്ന ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിടിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് വരും, വെറുതെ വിട്ടു എന്ന് പറഞ്ഞ ന്യൂസ് വരലുണ്ടോ? ഇല്ല. പിടിച്ചു എന്നുള്ളത് നമ്മൾ ഫ്ലാഷ് ആക്കിയിട്ടുണ്ട്, വെറുതെ വിട്ടു എന്നുള്ളത് നമ്മൾ അറിഞ്ഞാലും ഇനിയിപ്പോൾ അതിൻ്റെ പുറകൊന്നും പോകാൻ പറ്റില്ല, അതൊക്കെ ആൾക്കാർ അറിഞ്ഞോളും. മറ്റേത് അറിഞ്ഞോളും എന്ന് വിചാരിക്കാത്തേ. ഏത്? ഇയാളുടെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ അറിഞ്ഞോളും, ഞാനത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കൂല. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ വക ഇങ്ങനെ പ്രചരിപ്പിക്കും. പാടില്ല, ശ്രദ്ധിക്കണം. വലിയ അപകടമാണ്. ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, ഒരു മുസ്ലിമിൻ്റെ ഇർള്, അഭിമാനം എന്ന് പറയുന്നത് അത് ഹറമിൻ്റെ പവിത്രത പോലെ പവിത്രമായതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫാ മൈതാനിയിലെ അല്ലേ ആ പ്രഗൽഭമായ ഖുത്ബയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഘോരമായി പറഞ്ഞ വിഷയമാണ്. അതൊരു സ്ത്രീയുടെ വിഷയമാണെങ്കിൽ ഒട്ടും പറയാൻ പറ്റില്ല. ഒക്കെ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. നമ്മൾ നമ്മുടെ കാര്യം തന്നെ ഇങ്ങനെ പറയാം. നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക ആരും അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നല്ലേ, ഇങ്ങനെയല്ലേ മറ്റുള്ളവരും വിചാരിക്കുക. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യുക? അതിങ്ങനെ ശ്രദ്ധിക്കുക. ഒരാളിൽ ഒരു പോരായ്മയുണ്ടെങ്കിൽ അയാളെ വിളിച്ചെന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുന്ന നല്ല സ്വഭാവങ്ങൾ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്താണ്? അവൻ്റെ കവളിങ്ങനെ കീറാനുള്ള കാരണം എന്താണ്? അവൻ കളവുമായി ഇറങ്ങി നടന്ന മനുഷ്യനാണ്. നേരത്തെ പറഞ്ഞല്ലോ എന്താണ് തന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ? ആ മുകൾ ഭാഗം ചെറുതും താഴ്ഭാഗം വിശാലവുമായ ഒരു ഭരണി പോലത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ നഗ്നരായ ആണും പെണ്ണും ഒക്കെ തീഗോളങ്ങളാൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരാരാണ്? ഫഇന്നഹും അസ്സുനാത്തു വസ്സവാനി, അവർ വ്യഭിചാരിണികളായ സ്ത്രീകളും പുരുഷന്മാരുമാണ്, വ്യഭിചാരം ചെയ്തവരാണ്. ഇത് നോക്കി, ഇന്ന് പല റിപ്പോർട്ടുകളും ആധുനിക രംഗത്ത് നമ്മൾ വായിക്കുമ്പോൾ 19, 20, 25 വയസ്സിന് ഇടയിലുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ HIV-യുടെ കാണുന്നു എന്ന പഠനങ്ങൾ ആധുനിക കാലത്ത് നമ്മൾ വായിക്കുകയാണ്. വ്യത്യസ്തമായ വൈകൃതങ്ങൾ നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഇവിടെയാണ് ഇസ്ലാം പറഞ്ഞ സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളെ നമ്മൾ വൈകിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം. നമ്മുടെ വീടുകളിൽ വരെ ഇപ്പോൾ സംസാര വിഷയം എന്താണ്? മക്കളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കട്ടെ, പെൺകുട്ടികളാണെങ്കിലും പഠിച്ച് എന്ത് ചെയ്യട്ടെ, ഒരു ജോലിയൊക്കെ കിട്ടട്ടെ, എന്നിട്ട് കല്യാണം ആലോചിക്കാം എന്നുള്ള തലത്തിലേക്കാണ് എത്തണത്. എന്നിട്ട് പഠിക്കാൻ വിടുന്നതോ ബാംഗ്ലൂരും, പഠിക്കാൻ വിടുന്നതോ അല്ലേ ഓസ്ട്രേലിയയിൽ, പഠിക്കാൻ വിടുന്നതോ കണ്ണിനെത്താത്ത ദൂരങ്ങളിൽ. നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കും ഇവർ ആങ്ങളും പെങ്ങളൊക്കെയാണെന്ന്. ആ രൂപത്തിലായിരിക്കണേ.
കുറച്ച് കഴിയുമ്പോൾ ഒരുത്തി തൃശ്ശൂർ ഇറങ്ങും, അവൻ ആലുവയിൽ ഇറങ്ങും. അപ്പോഴാണ് മനസ്സിലാവണേ ഇത് വേറെ ആരുടെ ആങ്ങളെയും വേറെ ആരുടെ പെങ്ങളാണ്. ഹേയ്, അത്ര നേരം മനസ്സിലായിട്ടുണ്ടാവില്ല. അത്രയും നമ്മൾ മനസ്സിലാക്കി ഇരുത്തവും കിടപ്പും കാണുമ്പോൾ വിചാരിക്കും എന്താ അവർ ചിലപ്പോൾ വിളിക്കാൻ പോയിട്ട് വരുന്നതായിരിക്കും ക്ഷീണം കൊണ്ട്. ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും ട്രെയിനിലും ബസ്സുകളിലും ഒക്കെ നമ്മൾ കാണുന്നത്. എത്ര അപകടമാണ്. എന്നിട്ട് നമ്മൾ പറയുക അതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ലോ. ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കൗൺസിലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്തായെന്ന് പറയാം, അഫെയറാണ് പ്രശ്നം, പ്രേമമാണ് പ്രശ്നം. 3 മണിക്കൂറോളം ഇരുന്ന് ആ കുട്ടിയായിട്ടിരുന്ന് സംസാരിച്ചു. കുറേ നേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയും, അത് എല്ലാവർക്കും ഇതുണ്ട്, അപ്പോൾ എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കൊരു പോരായ്മയുണ്ടോ എന്ന് തോന്നിയിട്ട് ഒരു അഭിമാന പ്രശ്നമായിട്ട് ഞാൻ തുടങ്ങിയതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. നമ്മൾ നൗറ എന്നുള്ളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് നാളെ, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. 11 മണിക്കാണ്. എന്തിന് നൗറ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇതൊക്കെ. എന്തിന് നൗറ, എന്തിനാണ് ഈ കുട്ടികൾക്ക് നാം പ്രത്യേകമായി ഇരുത്തി ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികളെ പോലെയല്ല പെൺകുട്ടികൾ. ആൺകുട്ടികൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. പെൺകുട്ടികൾ അങ്ങനെയല്ല, അതവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. പെട്ടെന്ന് മറക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ആൺകുട്ടികൾ മറ്റൊരു പെണ്ണിനെ കണ്ടാൽ അതിൻ്റെ പുറകെ പോകും. പെൺകുട്ടികൾക്കത് പറ്റൂല. അപ്പം ആ രംഗത്ത് അവർ വീണു പോയാൽ, അവർക്കങ്ങനെ അപകടം സംഭവിച്ചാൽ പിന്നീട് ആ പരിക്കിൽ നിന്ന് പിടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് അല്ലെ? പ്രയാസമാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളെക്കുറിച്ച്. നമുക്ക് വലിയ ഇഷ്ടമാണ്, നമുക്ക് വലിയ സ്നേഹമാണ്. പക്ഷേ ആ മക്കൾ നമ്മളിൽ നിന്ന് വഴുതിപ്പോകാൻ പാടില്ല. ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നാളെയാണ്. നമ്മുടെ പെൺകുട്ടികളൊക്കെ നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട കാര്യം. 11 മണിക്ക് നമ്മുടെ പെൺകുട്ടികളൊക്കെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ അയൽവാസികളിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരാം. എന്തിനാണ്? ആ കുട്ടികൾ കേൾക്കട്ടെ, പഠിക്കട്ടെ. ചിലപ്പോൾ ഒരു പുതു അനുഭവമായിരിക്കും, അവർക്കൊരു പുതിയ ചിന്തയായിരിക്കും അതിലൂടെയൊക്കെ അവർക്ക് ലഭിക്കുക എന്നതാണ്. അപ്പോൾ സിനയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വല തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ കൽപ്പന നിങ്ങളൊരു പെണ്ണിലേക്ക് നോക്കരുത് എന്നതാണ് അല്ലേ? എന്നാലൊരു പെണ്ണിനോട് അള്ളാഹ് കൽപ്പിച്ചത് എന്താണ്? നോക്കരുതെന്ന് കൽപ്പിക്കുന്നതോടൊപ്പം ഒരു പുരുഷന് നോക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് കൂടി ഒരു പെണ്ണിനോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിലൊരു പെണ്ണിങ്ങനെ ഹുസൈൻ സലഫിയുടെ പ്രസംഗം ഇട്ടിട്ടുണ്ട്. എന്നിട്ടോ അത്തറച്ച് സുഗന്ധം പൂശി ഇറങ്ങിപ്പോകുന്ന പെണ്ണിനെ അള്ളാഹിൻ്റെ റസൂൽ സാനിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, അത്തർ പൂശി പോകുന്ന പെൺകുട്ടികൾ വ്യഭിചാരിണികളാണ്. ആര് പറയാണ്? ഹദീസിൽ വന്ന കൃത്യമായ പ്രയോഗമാണ്. അത് പറഞ്ഞതിന് അതിനെ ട്രോളിക്കൊണ്ട് കുട്ടികളിങ്ങനെ അല്ലേ എന്ത് ചെയ്യുന്നു? അതിന് കുട്ടികളിങ്ങനെ ട്രോളാണ്. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ അടുക്കലേക്ക് കൂടുതൽ മുസ്ലിം കുട്ടികളാണ് അത്തറും സ്പ്രേയൊക്കെ അടിച്ച് വരുന്നത്, അതിനെന്താ കുഴപ്പം, ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല അവർ വിചാരണികളാണ് എന്നാണ്. ഇത് അറിയാത്തത് കൊണ്ടാണ് അല്ലേ? ഇവിടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, മറക്കാൻ സമരം നടത്തിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇത് ചാനൽ ചർച്ചയിലേക്കൊക്കെ തുറന്നിടാൻ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ആ പെണ്ണുങ്ങൾ വന്നിരിക്കണേ. കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്ന എങ്ങോട്ടാണ്? ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യാപനം. അവസാന കാലഘട്ടം എത്തുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, റോട്ടിൽ വരെ വ്യഭിചാരം കാണും എന്നാണ്. റോട്ടിൽ വരെ അങ്ങാടികളിലൊക്കെ വ്യഭിചരിക്കുന്ന അവസ്ഥ കാണും. അപ്പോൾ ഒന്ന് മാറിക്കിടക്കടാ എന്ന് പറയുന്നവനാണ് മുഅ്മിൻ. ചെയ്യണ്ടെന്നല്ല, പിന്നെ നിങ്ങൾക്കൊക്കെ ഒന്ന് മാറിക്കിടന്നൂടെ റോട്ടിൽ നിന്ന് എന്ന് പറയുന്നവൻ എന്നാരായിരിക്കും? അന്ന് ഈമാനുള്ളവനായിരിക്കും. അത്ര വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം കടന്നു വരാതെ. ഇന്നിപ്പോൾ വളരെ അപകടമാണ്. ഞാനിങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം? കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കണം നമ്മൾ. അവർ പോകുന്ന സ്കൂളുകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റേഴ്സ് ആയിരിക്കണം. അവർ പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോയിരിക്കണം. സ്പെഷ്യൽ ക്ലാസ് എന്നും പറഞ്ഞിട്ടാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുട്ടി പോയത്. അതൊക്കെ വലിയ അപകടങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള
ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒറാത്തീങ്ങളായി നഗ്നകളായി ആ തന്നൂർ എന്ന് പറയുന്ന അതിൽ കിടക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരാരാണ്? അവർ വ്യഭിചാരിണികളായ സ്ത്രീകളാണ്, വ്യഭിചാരികളായ പുരുഷന്മാരാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാലുകൊണ്ട് വ്യഭിചാരമുണ്ട്, കൈകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്. അതിനെയൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അവൻ്റെ ലൈംഗിക അവയവമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വഅമ്മ റജുലു ലദി, ഒരു മനുഷ്യൻ ആരാണ്? അതൈത അലൈഹി യസ്ബഹു ഫിന്നഹർ, ആ ചോരപ്പുഴയിൽ നീന്തിത്തുടിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഫഇന്നഹു ആക്കിലു റിബ, അവൻ പലിശ തിന്നുന്നവനാണ്. ഇത് പല രൂപത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്നിപ്പോൾ സർവ്വസാധാരണമായ രൂപത്തിലേക്ക് പലിശ മാറിക്കൊണ്ടിരിക്കുന്നു. ലോൺ വാങ്ങാത്ത, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകളിലേക്കും പലിശ വരുന്ന വിവിധ സംവിധാനങ്ങൾ. പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ സീസണൊക്കെ വരുമ്പോൾ പല ഇലക്ട്രോണിക് ഡിവൈസുകളും വാങ്ങുന്നിടത്ത്, ടി വി ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും വാഷിംഗ് മെഷീനാണെങ്കിലും മൊബൈലുകളാണെങ്കിലും EMI സംവിധാനങ്ങൾ ഇന്ന് ധാരാളമായി നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ EMI സംവിധാനം എന്ന് പറയുന്നത് പലിശയാണ്. ആ സംവിധാനത്തിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേരാൻ പാടില്ല. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, അല്ലേ, ക്രെഡിറ്റ് കാർഡ് തന്നെയല്ലേ? ക്രെഡിറ്റ് കാർഡ് എന്താണ്? 60,000 രൂപ 2 മാസത്തേക്കൊക്കെ അവർ നേരത്തെ തരും, ബാങ്കുകാരാണ് തരുന്നത്. എന്നാലോ ആ 2 മാസത്തിനുള്ളിൽ പണം തിരിച്ചടച്ചാൽ അതേ പൈസ അടച്ചാൽ മതി. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ അതിന് ചില ബോണസുകളൊക്കെ അവർ പിടിക്കും. അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. EMI എന്ന് പറയുന്ന സംവിധാനം അപകടമാണ്. എന്താണ് കാരണം? EMIയിൽ എവിടെ പലിശ വരുന്നതെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. EMI എന്ന സംവിധാനം കൃത്യമായി അടച്ചാൽ പലിശ വരില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ പലിശ വരുന്നത് അതിൻ്റെ നിബന്ധനകളിൽ പലിശയുമായി വലിയ ബന്ധമുണ്ട്. എന്താണ് നിബന്ധന? ഈ മാസം അത് അടച്ചില്ലെങ്കിൽ അതിൻ്റെ ബോണസായിട്ട് എന്ത് ചെയ്യും? ഒരു ഇത്തിരി പൈസ കൂട്ടി മേടിക്കുമെന്ന നിബന്ധനയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ EMI സംവിധാനങ്ങളിലൊക്കെയുള്ള കരാറുകൾ. അവിടെയാണ് ഇവിടെ പലിശ കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് സാധനങ്ങൾ വാങ്ങാറുണ്ട്. നമ്മുടെ വീട്ടിൽ 100 രൂപക്കൊരു സാധനം വാങ്ങിയാൽ 10 രൂപ വെച്ച് മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ കൊടുക്കാമെന്ന സംവിധാനത്തിൽ നമ്മൾ വാങ്ങി 10 ആഴ്ചയാകുമ്പോൾ ആ പൈസ തീരും. അതിലൊരാഴ്ച വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ല. അപ്പോൾ അയാൾ പറയണം 110 രൂപ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? അത് പറ്റൊന്നുമില്ല, അത് ഞാൻ തരൂല, 100 രൂപ തരുള്ളൂ, അല്ലേ? അപ്പം 100 രൂപക്ക് മുകളിൽ എത്ര രൂപ വന്നാലും അതൊക്കെ എന്താകും? അതൊക്കെ പലിശയായി മാറും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്നത്തെ പണയ സംവിധാനങ്ങൾ പലപ്പോഴും പലിശയുടെ ഇനത്തിലേക്കൊക്കെ കടന്നു വരാറുണ്ട്. പണയം ഇസ്ലാമിലില്ലേ? ഇസ്ലാമിൽ പണയുണ്ട്. അതാണ് സാറേനെ കാട്ടി സൂറനെ കെട്ടിക്കണ ഏർപ്പാടാണ്. ഇസ്ലാമിലില്ലേ എന്ന് ചോദിക്കും. ഉണ്ട്, ഇസ്ലാമിൽ പണയുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിലെ പണയം? അത് ഈട് മുതൽ എന്ന അർത്ഥത്തിലാണ്. ഈട് മുതലാണ്. ഇയാൾ പണം തന്നില്ലെങ്കിൽ വിറ്റിട്ട് എന്ത് ചെയ്യാം? ഈ പൈസ വസൂലാക്കാൻ പറ്റിയ ഒരു ഈടാണ് യഥാർത്ഥത്തിൽ എന്ത്? ഈ പണയം എന്ന് പറയുന്നത്. ആ പണയ വസ്തു ഉപയോഗിക്കൽ, അതിൽ നിന്ന് നെഫെടുക്കൽ പലിശയാണ്. അതിൽ നിന്ന് നെഫെടുക്കൽ പലിശയാണ്. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് എന്ത് ചെയ്തു? ഒരു വീട് ഒരാളിൽ നിന്ന് പണയത്തിന് വാങ്ങി. എന്നിട്ടോ പണയത്തിന് വാങ്ങിയ വീടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യാതൊരു വാടകയും കൊടുക്കാതെ താമസിക്കുന്നു. അയാൾക്ക് നാട്ടു നടപ്പനുസരിച്ച് 7,000 രൂപ വാടക കിട്ടുന്ന വീടാണ്. പക്ഷെ അയാളുടെ പൈസയുടെ അത്യാവശ്യം കൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാളൊരു വലിയ തുക നമ്മളിൽ നിന്ന് വാങ്ങി ആ വീട് എന്ത് ചെയ്തു? നമുക്ക് തന്നു. എന്തിനാ തന്നെ? ഈടായിട്ട് തന്നെ, ഉപയോഗിക്കാനല്ല. ഇനി അയാൾ ഉപയോഗിക്കാൻ തന്നാലും ഉപയോഗിക്കൽ എന്താകും? പ്രശ്നമാകും. കാരണം എന്താണ്?
അയാളുടെ ആവശ്യത്തെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു എന്നതാണ്. അയാളുടെ ആവശ്യമാണ് പണം. നമ്മുടെ കയ്യിൽ പണമുണ്ട്, അപ്പം അയാളുടെ ആവശ്യത്തെ നമ്മൾ എന്ത് ചെയ്തു? ചൂഷണം ചെയ്യാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അയാളുടെ കയ്യിൽ 4 ബെഡ്റൂമൊക്കെ ഉള്ള നല്ല പുതിയ വീടുണ്ട്, നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കണം. എന്നിട്ടോ 4 ബെഡ്റൂമുള്ള നാട്ടിലെ ഒരു വീടിന് എത്ര രൂപ വാടക കൊടുക്കേണ്ടി വരും? അത് 10,000 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, 10,000 രൂപ വാടകയും കൊടുക്കണം, കുഴപ്പമൊന്നുമില്ല. അതെന്ത് കച്ചവടം, അതിലെന്താ എനിക്ക് ലാഭം? ലാഭം ഉണ്ടാവില്ല. അത് കച്ചവടമല്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എവിടെയും എന്താണ്? ഒരു പണത്തിൻ്റെ മേലും ഒരാളുടെ മേലും എന്ത് ചെയ്യാൻ പാടില്ല? ചൂഷണം നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലിൽ ഒരു പലിശ ഉണ്ട്. പോകും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ബില്ലിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇൻട്രസ്റ്റിൻ്റെ പൈസ കുറയ്ക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടാവും? അതിങ്ങനെ ബില്ലിൽ എഴുതിക്കുകയാണെങ്കിൽ ബില്ലെടുക്ക് വായിച്ചൊക്കെ മനസ്സിലാവും. അപ്പോൾ പൈസ എന്ത് കാട്ടും? ആ പൈസ എഴുതി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. ആ പൈസ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് കറണ്ട് ബില്ല് എന്തൊക്കെ ആയിക്കോട്ടെ, എന്തായാലും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റൂല എന്ന്. അവിടെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞവരെ എഴുതി കാണിക്കും അല്ലേ? ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അല്ലേ? അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ പലിശ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ചില പൈസ ഇങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് വരും. എന്താണ്? പലിശയാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളവന് അത്യാവശ്യം പൈസ എന്ത് ചെയ്യും? അതിങ്ങനെ മാസം തോറും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പലിശയാണ്. നമ്മളെന്ത് ചെയ്യും? ഇടയ്ക്ക് ചിലപ്പോൾ അക്കൗണ്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ വലിക്കും എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ആ പലിശയുടെ പൈസയും ആ പണത്തിൽ ഉൾപ്പെടും. നമ്മൾ നോക്കൂല. ഒരു 10 വർഷം കഴിയുമ്പോൾ എത്ര പലിശയുടെ പൈസ കയറിയിട്ടുണ്ടാവും അക്കൗണ്ടിൽ? 6,000 5,000 ഒക്കെ എന്തായാലും വരും. പൈസ അത്യാവശ്യമുള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ല ഓഡിറ്റിങ് നടത്തേണ്ടി വരും. മാസം എഴുതി വെക്കേണ്ടി വരും. എത്ര രൂപ പലിശ കയറിയെന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കേണ്ടി വരും. ആ പലിശ എന്ത് ചെയ്യേണ്ടി വരും? റെഡ്യൂസ് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. എന്നിട്ടോ ആ പലിശ കളയേണ്ട മേഖലകളിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടി വരും. ശ്രദ്ധിച്ച് ജീവിക്കുന്നവനാണ് ആര്? വിശ്വാസി എന്നുള്ളത്. അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. അവനിങ്ങനെ അലസനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ ഖബറുമായി ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യൻ തീയുമായി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു എന്ന് ഹദീസിൽ വന്ന പ്രയോഗം ഫഇന്നഹു മാലിക്കുൻ ഖാസിനു ജഹന്നം. അത് നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കാണ്. അതേപോലെ നല്ല നീളമുള്ളൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആകാശത്തോളം നീളമുള്ളൊരു മനുഷ്യൻ, ഉയരത്തിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിൻ്റെ തല കാണാൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യൻ ആരാണ്? ഫഇന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാണ് അത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. വഅമ്മൽ വിൽദാനുല്ലദീ ഹൗലഹു ഫകുല്ലു മൗലൂദിൻ. അദ്ദേഹത്തിന് ചുറ്റുമുള്ള കുട്ടികളോ? ഫകുല്ലു മൗലൂദിൻ മാത അലൽ ഫിത്ര. അല്ലേ? ശുദ്ധ പ്രകൃതിയോടുകൂടി മരണപ്പെട്ട മക്കളാണ്. ഖാല, ഈ സമയത്ത് ചില സഹാബത്ത് ചോദിച്ചു, ഫഖാല ബഅദുൽ മുസ്ലിമീൻ യാ റസൂലല്ലാഹ് വഔലാദുൽ മുശ്രിക്കീൻ. പ്രവാചകരെ, മുശ്രിക്കുകളുടെ കുട്ടികളോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഔലാദുൽ മുശ്രിക്കീന വഅമ്മൽ ഖൗമുല്ലദീ കാനൂ ശത്ര മിൻഹും ഹസന വശത്ര മിൻഹു ഖബീഹ ഫഇന്നഹും ഖൗമുൻ ഖലതു അമല സ്വാലിഹ വആഖറ സയ്യിഅ തജാവസല്ലാഹു അൻഹു. അവരുടെ വിഷയത്തിൽ അല്ലാഹു ഇളവ് കൊടുത്തു നാം. ആ കുട്ടികളുടെ വിഷയത്തിൽ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളാണ് ഖബറുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കുന്ന 14ഓളം കാര്യങ്ങളെ നാം മൊത്തത്തിൽ എന്ത് ചെയ്തു? എണ്ണിപ്പിടിച്ചു. അതേപോലെ 9ഓളം കാര്യങ്ങൾ ഖബറിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന 9ഓളം കാര്യങ്ങൾ നമ്മൾ ഖുത്ബയിലും നമ്മൾ പഠിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീൻ മനസ്സിലാക്കി അത് പുലർത്തി ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഈമാനും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു 2 തരത്തിലുള്ള രോഗങ്ങൾ, ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.